ഹലോ ഗൈസ്, വെൽക്കം ടു our യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ ആഫ്റ്റർനൂൺ ടു ഈവനിങ് ഡെയിലി റൊട്ടീനാണ് ഇന്ന് നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഇച്ചായനും എബിക്കുട്ടനും ആണെങ്കിൽ കടയിൽ നിന്നും സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ എബിക്കുട്ടൻ ആദ്യം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഷൂവും സോക്സും ഒക്കെ ആണെങ്കിൽ അവൻ തന്നെ റിമൂവ് ചെയ്തിട്ട് അവിടെ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കാറുണ്ട്. ആക്ച്വലി ഞാനിത് എപ്പോഴും എബിക്കുട്ടനോട് പറയാറുണ്ട്, നമ്മൾ എടുക്കുന്ന സാധനമാണെങ്കിൽ എടുത്തെടുത്ത് കൊണ്ടുവയ്ക്കണമെന്ന്. പക്ഷേ ഈ ഹാബിറ്റ് അവനാണെങ്കിൽ സ്കൂളിൽ നിന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് അവൻ്റെ സ്കൂളിൽ ഇത് പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്, ഇങ്ങനെ തന്നെയാണ് വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ടതെന്ന്. ഡെയിലി എന്നും അവൻ അതുപോലെ തന്നെ വന്ന് ചെയ്യും, എല്ലാം പ്രോപ്പറായിട്ട് വെക്കാറുണ്ട്. ആ ഗ്യാപ്പിൽ അന്നുണ്ടാക്കിയ വാട്ടർമെലൺ ഷേക്ക് ഉണ്ടായിരുന്നു, ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇച്ചായനും എബിക്കുട്ടനും കൂടി കൊടുത്തു. അവർ വരുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഞാൻ ഈ വാട്ടർമെലൻ്റെ ഷേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു. ഓവർ തണുപ്പ് വേണ്ടല്ലോ, എബിക്കുട്ടൻ കുടിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോഴാണ് ചുമയൊക്കെ മാറിയോണ്ട് ഞാനത് പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിചാരിക്കും വീഡിയോയിൽ ഇച്ചൂട്ടനെ കാണുന്നില്ലല്ലോ, ഇച്ചൂട്ടൻ ഉറക്കമാണ്. അങ്ങനെ ഇന്നത്തെ ലഞ്ചിൻ്റെ മെനു ഞങ്ങൾക്ക് വെജിറ്റേറിയൻ ആട്ടോ, നോയമ്പായോണ്ട് വെജിറ്റേറിയൻ ആണ്. സോ ഇന്നത്തെ മെനു അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറിയും, അത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാക്കിയതാണ്. പിന്നെ ബീട്രൂട്ടിൻ്റെ തോരനും ചമ്മന്തിയും, പിന്നെ മുളക് വറുത്തതും, പിന്നെ ഇഞ്ചിമ്പുളി ഉണ്ട്. അത് ഇഞ്ചിമ്പുളി ഓൾമോസ്റ്റ് തീരാറായി. ഇവിടെ ഉച്ചയ്ക്ക് ഞാനും ഇച്ചായനും ഒരുമിച്ച് ഫുഡ് കഴിക്കാറില്ല. ആദ്യം ഇച്ചായനാണ് കഴിക്കുന്നത്. ആ ഗ്യാപ്പിലാണ് ഞാൻ എബിക്കുട്ടന് ഫുഡ് കൊടുക്കുന്നത്. അവന് കൊടുത്തിട്ട് വേണം ഇനി എനിക്ക് ഫുഡ് കഴിക്കാൻ. പിന്നെ ആ ഗ്യാപ്പിൽ ഇച്ചൂട്ടനും എണ്ണിക്കും. അതാവുമ്പം ഇച്ചായൻ കഴിച്ചു കഴിഞ്ഞാൽ ഇച്ചായനെ എടുക്കാം അവനെ. അങ്ങനെ ഇച്ചൂട്ടൻ ഉറങ്ങി എണ്ണീറ്റു. ഒരാൾ സ്പീഡിൽ ഡോറിൻ്റെ അവിടെ ഓടുന്നുണ്ട്. അതെന്താണെന്നറിയോ, ഇച്ചായൻ കടയിൽ പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാട്ടിലും മുന്നേ ആദ്യം അവനാണ് ഓടി അവിടെ ഡോറിൻ്റെ അവിടെ നിന്ന് പോയി നിൽക്കുന്നത്. അങ്ങനെ ഇവിടെ കുറേ കുട്ടികളുണ്ട് കളിക്കാൻ. അങ്ങനെ ഇച്ചൂട്ടനും എബിക്കുട്ടനും ആണെങ്കിൽ കുട്ടികളായിട്ട് കളിക്കാൻ വേണ്ടി പോയി. കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ അവരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അങ്ങനെ ആദ്യം ഇച്ചൂട്ടന് കുറുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറുക്ക് കൊടുത്തോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട്. നോക്കിയപ്പം തകർത്ത് മഴ പെയ്യുമായിരുന്നു. ഇത്രയും നേരം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, പെട്ടെന്നാണ് ക്ലൈമറ്റൊക്കെ മാറിയത്. അങ്ങനെ എബിക്കുട്ടന് വിശക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്ന് ബ്രെഡ് പക്കോടയാണ് ഉണ്ടാക്കുന്നത്. എന്നും സ്നാക്സ് ഡിഫറെൻ്റ് ആട്ടോ. ചില ദിവസം പഴംപൊരിയോ ഏത്തയ്ക്ക പുഴുങ്ങിയത് ഇല്ലെങ്കിൽ ബിസ്ക്കറ്റോ ചിപ്സ് ഐറ്റമേ എബിമോൻ കഴിക്കുള്ളൂ. സോ ഇന്ന് കുറച്ച് ബ്രെഡ് ബാക്കി ഉണ്ടായതുകൊണ്ട് ബ്രെഡ് പക്കോട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ബ്രെഡ് പക്കോട ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം സവോള ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു ബൗളിൽ നമ്മൾ ബ്രെഡ് ആണെങ്കിൽ ചെറിയ പീസസ് ആയിട്ടാണെങ്കിൽ മുറിച്ചിടുക. അങ്ങനെ ഞാൻ ബ്രെഡെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ അതിൻ്റെ അകത്ത് ഇടുക. അതുപോലെ ഇതിൻ്റെ അകത്ത് ഞാൻ ചെറിയൊരു പീസ് ക്യാപ്സിക്കം കൂടി ഇടുന്നുണ്ട്, അത് ചെറുതായിട്ട് അരിയുക. പിന്നെ പച്ചമുളക് ഇടണം. പിന്നെ എബിക്കുട്ടന് കഴിക്കുന്നതുകൊണ്ട് ഞാൻ പച്ചമുളക് തീരെ ഇട്ടില്ല. പച്ചമുളക് ഇട്ടാലേ ടേസ്റ്റ് ഉള്ളൂ. ഈ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചൂട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ഗ്രാം ഫ്ലവറും വെച്ച് മിക്സ് ചെയ്യുക. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഓവർ വെള്ളം ആവരുത്. വെള്ളം ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര ക്വാണ്ടിറ്റി വെള്ളം നമുക്ക് വേണം. അങ്ങനെ ഞാനതെല്ലാം മിക്സ് ചെയ്തു. അതിനി ഒരു ഫൈൻ ബാറ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈയിങ് പാൻ എടുത്തിട്ട് ഇനിയും ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. നമ്മൾ ഈ ബജ്ജി ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ഈ കുറച്ച് ഈ ബാറ്റർ എടുത്തിട്ട് എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഗ്യാസ് നമ്മൾ എപ്പോഴും സിമ്മിലും അല്ല ഓവർ ഹൈ ഫ്ലെയിമിലും അല്ല, മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ നോക്കണം. എന്താ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറത്തേക്ക് നോക്കുന്നുണ്ട്. ഭയങ്കര മഴയാണ് കേട്ടോ. ഈ മഴ ക്ലൈമറ്റിലാണെങ്കിൽ ചൂട് പക്കോടയും ചായയും കുടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ തന്നെ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഇച്ചായനാണെങ്കിൽ ഫ്ലാസ്കിൽ ചായ കൊണ്ടുവന്നുകൊണ്ട് നേരത്തെ തന്നെ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇച്ചൂട്ടൻ ഭയങ്കര വാശിയായിരുന്നു. അതുകൊണ്ട് ഇച്ചൂട്ടനെ കിടത്തി ഉറക്കി. അങ്ങനെ പക്കോടയൊക്കെ റെഡിയായി. ഞാൻ എബിക്കുട്ടന് പക്കോട കൊടുത്തു, അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനും കുറച്ച് പക്കോടയൊക്കെ കഴിച്ചു. ഇച്ചായന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്, ഇനി വന്നിട്ട് വേണം കഴിക്കാൻ. അങ്ങനെ ഇനി എൻ്റെ അടുത്ത പണിയാണ് ആട്ട കുഴയ്ക്കാൻ. ഇവിടെ രാത്രി എന്നും ചപ്പാത്തിയാണ്. എനിക്ക് രാത്രിയിൽ ചോറ് കഴിക്കാൻ വലിയ താല്പര്യമില്ല. ഇച്ചായനാണെങ്കിൽ പിന്നെ ചോറായാലും ചപ്പാത്തി ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നും രാത്രിയിൽ സ്ഥിരം ചോറ് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് 2 പേർക്കും ചോറ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കൂടെ ചപ്പാത്തി കഴിക്കുമ്പോൾ അവർ 2 പേരും കുറച്ച് ചപ്പാത്തി അവരും കഴിക്കും.
ചപ്പാത്തിക്കുള്ള കറി എപ്പോഴും ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കാറുണ്ട്. സോ ഇന്നലെ ആണെങ്കിൽ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ബാക്കി ഉണ്ടായിരുന്നു. സോ ഇന്ന് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി എബിക്കുട്ടൻ്റെ ഹോംവർക്ക് ചെയ്യേണ്ട സമയമായി. അവൻ്റെ സ്കൂളിൽ ഇപ്പം ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും 1 to 20 വരെ പഠിപ്പിച്ച് കഴിഞ്ഞു. അവൻ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ കുഴപ്പമില്ലാതെ എഴുതുന്നുണ്ട്, പക്ഷെ അവന് സ്മോൾ ലെറ്ററും നമ്പേഴ്സും ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും അവൻ പിക്ക് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇച്ചൂട്ടൻ ഉറങ്ങി എണ്ണീറ്റു. അങ്ങനെ ഉറങ്ങി എണ്ണിക്കുമ്പോൾ അവൻ വാശിയൊന്നും പിടിക്കാറില്ല. ഇന്നെന്താണെന്ന് അറിയില്ല, ഉറക്കം ശരിയാവാത്തതുകൊണ്ടാന്ന് തോന്നുന്നു വാശി പിടിക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് തുണി അയൺ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡാഡയുടെ ടീഷർട്ട് എടുത്തിട്ടാണ് അതുമ്മേ ചവിട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇച്ചൂട്ടൻ. അങ്ങനെ ഞാൻ ഇനിയും ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. ഇച്ചായൻ വരുന്നതിന് മുന്നേ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി കാസറോളിലാക്കി വെക്കും. നേരത്തെ ഇച്ചായൻ വന്നു കഴിഞ്ഞിട്ടായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കുന്നത്, പക്ഷേ ഇച്ചായൻ എപ്പോഴും ലേറ്റായിട്ട് വരുന്നതുകൊണ്ട് വന്നു കഴിഞ്ഞ് പിന്നെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എക്സ്ട്രാ ലേറ്റ് ആകും. അതുകൊണ്ട് നേരത്തെ തന്നെ ഉണ്ടാക്കി കാസറോളിലാക്കി വെക്കും. അതാകുമ്പോൾ ഇച്ചായൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് കറി ചൂടാക്കിയിട്ട് കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഇച്ചായൻ വീട്ടിലേക്ക് എത്തി. ഇച്ചായൻ വന്നപ്പോഴത്തേക്ക് മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഡാഡ വന്നു കഴിഞ്ഞ് പിന്നെ 2 പേർക്കും ഡാഡ കൊണ്ടുവരുന്ന ബാഗിൽ എന്താണെന്ന് 2 പേർക്കും അറിയണം. അതുകൊണ്ട് ഇന്നൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ഇച്ചായനാണെങ്കിൽ ദോശ ബാറ്റർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ഇച്ചൂട്ടൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെ ആ ദോശ ബാറ്ററിന് വേണ്ടി 2 പേരും കൂടി അടിപിടി പോലീസായി. പിന്നെ ഇച്ചൂട്ടൻ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഓടി നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മളോട് പറയും അവൻ്റെ കയ്യിൽ നിന്ന് അത് മേടിച്ച് തരാൻ. ഇച്ചായൻ ഫസ്റ്റ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡ്യൂട്ടിയാണ് മീനുകൾക്ക് ഫുഡ് കൊടുക്കാമെന്ന്. ഇച്ചായൻ അവിടെ ഫുഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചൂട്ടനും എബിക്കുട്ടനും ഓടി വരും. ഇച്ചൂട്ടൻ ചെറുതായതുകൊണ്ട് ഇച്ചായൻ്റെ അടുത്ത് പോയി നിന്നിട്ട് പറയും എന്നെ എടുത്തോന്ന്, എന്നാലല്ലേ അവന് ഫുഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഫിഷിന്. അങ്ങനെ ഇച്ചായനാണെങ്കിൽ ബ്രെഡ് പക്കോട കൊടുത്തു. ഇച്ചായന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഡിന്നർ കഴിക്കാൻ പോവാണ്. ചപ്പാത്തിയും പനീർ കറിയും. കുട്ടികൾക്ക് 2 പേർക്ക് ഫുഡ് കൊടുത്ത് അവർ സെറ്റായിട്ടിരിക്കുക. ഡിന്നർ സമയത്തേ ഉള്ളൂ ഞങ്ങൾക്ക് 2 പേർക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. അവർക്ക് 2 പേർക്കും ഞങ്ങൾ എന്തെങ്കിലും ടോയ്സോ കളിക്കാൻ വേണ്ടി കൊടുക്കും, അതുകൊണ്ട് അവരവിടെ കളിച്ചുകൊണ്ടിരുന്നോളും. ആ സമയത്താണ് ഞങ്ങൾക്ക് 2 പേർക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ എക്സ്ട്രാ കുറച്ച് ചായ ഉണ്ടാക്കി വെക്കും, ആ സമയത്ത് കുറച്ച് ചായയും കൂടി ഞങ്ങൾ കുടിക്കാറുണ്ട്. ഇനി ഞങ്ങൾ ഉറങ്ങുന്നതിൻ്റെ തയ്യാറെടുപ്പാണ്. ഇച്ചായനെല്ലാം ബെഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബെഡ് വിരിക്കുമ്പോഴത്തേക്ക് ഇച്ചൂട്ടനായാലും എബിക്കുട്ടനായാലും എന്താ സന്തോഷമെന്നറിയോ. പിന്നെ ഭയങ്കര ചാട്ടമായിരിക്കും 2 പേരും ബെഡിൽ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യും. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് 2 പേരും മിണ്ടാതെ വന്ന് കിടന്നോളും. സോ ഇതാണ് ഞങ്ങളുടെ ഡെയിലി റൊട്ടീൻ. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.